അമ്മായിച്ചൻ മരുമകളിൽ നിന്ന് ഇങ്ങനെയൊരു ടെസ്റ്റ് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതൊന്നൊന്നര ടെസ്റ്റായിപ്പോയി. എന്തായാലും നമുക്ക് രാജൻ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രാജൻ. ഒരു ഉദ്യോഗത്തിൽ നല്ല പൊസിഷനിലിരിക്കുന്ന ആളാണ്. എനിക്ക് ഒറ്റൊരു മകൻ മാത്രമേ ഉള്ളൂ. അതിന് കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കുറേ കോംപ്ലിക്കേഷനായി. രണ്ടാമത് കുട്ടികൾ വേണ്ടെന്ന് വെച്ചു. എൻ്റെ ഭാര്യയും ഞാനും തമ്മിൽ പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. ഞങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തിലും രസത്തിലുമാണ് കഴിഞ്ഞു വന്നിരുന്നത്. പഠിത്തം കഴിഞ്ഞ് മകൻ ജോലിയായി കഴിഞ്ഞപ്പോഴേക്കും കൂടെയുള്ളൊരു പെൺകുട്ടിയുമായി പ്രേമമാണെന്ന് പറഞ്ഞു. അവൻ്റെ ആഗ്രഹത്തിന് എതിരെ നിൽക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഞാനും ഭാര്യയും കൂടി ആ പെൺകുട്ടിയുടെ ചുറ്റുപാടും വീടും ബന്ധുക്കളെയും ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി. കുഴപ്പമൊന്നുമില്ല. അവിടെ അമ്മായിമ്മ മാത്രമാണുള്ളത്. പെൺകുട്ടിക്ക് അച്ഛനുണ്ട്. പക്ഷേ അമ്മായിയുമായിട്ട് പിരിഞ്ഞതാണ്. വർഷങ്ങളായിട്ട് അവർ വേറെയാണ് താമസം. പെൺകുട്ടിയുടെ അച്ഛൻ വല്ലപ്പോഴും വന്ന് അവളെ കാണാറുണ്ട്. കാശൊക്കെ അയച്ചു കൊടുക്കും. അങ്ങേർക്ക് വേറെ ഏതോ ഫാമിലിയുമുണ്ട് എന്നുള്ള മട്ടിലാണ് അവർ സംസാരിച്ചത്. എൻ്റെ ഭാര്യയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ സ്ത്രീയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും അയാൾ ഇവരെ ഉപേക്ഷിച്ച് പോയതെന്നും. ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീയായ നീ തന്നെ സ്ത്രീകൾക്കെതിരെ പറഞ്ഞാലോ? അതൊന്നും സാരമില്ല. അവരെയല്ലോ നമ്മുടെ മകൻ കെട്ടുന്നത്, അവരുടെ മകളെയല്ലേ. അവളെ എങ്ങനെ നടത്തണം എന്നുള്ളത് നമ്മുടെ മകനറിയാം എന്ന് പറഞ്ഞാണ് ഈ കല്യാണം നടത്തിയത്. എൻ്റെ മരുമകൾ സ്മാർട്ടാണ്, സുന്ദരിയാണ്. എന്നോടും എൻ്റെ ഭാര്യയോടും വളരെ സ്നേഹമാണ്. വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഏകദേശം 5-6 മാസം കഴിഞ്ഞപ്പോഴേ അവൾ മാതൃകാ മരുമകളുടെ ലിസ്റ്റിൽ കയറിപ്പറ്റി. എൻ്റെ മകൻ വളരെ ബിസിയായൊരു ജോബാണ് നോക്കുന്നത്. അവൾക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ മകൻ അവളെ എപ്പോഴും ജോലിക്ക് പോകാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ചെറിയൊരു ജോബിന്, എന്ന് വെച്ചാൽ വളരെ സ്വതന്ത്രമായി ചെയ്യാവുന്ന ഒരു ജോബ്, അതും അവളുടെ കൂട്ടുകാരുടെ ബ്യൂട്ടിക്കിൽ ഒരു റിസപ്ഷനിസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കതത്ര ഇഷ്ടമൊന്നുമില്ല. രാവിലെ ആകുമ്പോഴേക്കും അവൾ ഓവർ മേക്കപ്പ് ഇട്ട് ഇറങ്ങും. കാണാൻ സുന്ദരിയാണ്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും. ഞാനൊരു ദിവസം എൻ്റെ മകനോട് പറഞ്ഞു, എന്തിനാണ് ഭാര്യ ഇങ്ങനെ കോലം കെട്ടിച്ച് നീ നടത്തുന്നത്? അവൾക്ക് വേറെന്തെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുത്തുകൂടെ? അല്ലെങ്കിൽ കണ്ടെത്താൻ പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ അവൾ വീട്ടിലിരിക്കട്ടെ, നിനക്കെന്താ പ്രശ്നം? അതൊന്നും പറ്റില്ല. അവൾ ഓൾറെഡി മടിച്ചിയാണ്. എന്തെങ്കിലും ചെറിയ ജോലിക്കെങ്കിലും പോകട്ടെ എന്നവൻ പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയാൻ പോയില്ല. ഒരു ദിവസം മരുമകൾ എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ കാറിലല്ലേ ഡ്യൂട്ടിക്ക് പോകുന്നത്? എനിക്ക് അമ്മയൊന്ന് കാണുന്നുണ്ടായിരുന്നു. അമ്മയെ കണ്ടിട്ട് എന്നെ ബ്യൂട്ടിക്കിലും കൊണ്ടുവിട്ടിട്ട് അച്ഛൻ അങ്ങ് ഡ്യൂട്ടിക്ക് പോ. അതെന്താടി, നിനക്ക് സ്കൂട്ടി ഉണ്ടല്ലോ? അല്ലച്ചാ, അമ്മയ്ക്ക് വേണ്ടി കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ദിവസമായി. എന്തായാലും സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞതാണൊന്ന് പോകാമെന്നും. പുള്ളി ഇപ്പം 2-3 ആഴ്ചയായിട്ട് ബിസിയല്ലേ, അതുകൊണ്ടാണ്. എന്നാൽ ശരി, നമുക്ക് പോകാൻ മോളെ എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഏകദേശം 5-6 കിലോമീറ്ററേ ഉള്ളൂ അവളുടെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങി. എന്നിട്ട് ആ പാക്കറ്റ് സാധനങ്ങളുമെല്ലാം അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അവളുടെ അമ്മയ്ക്ക് ഉടനെ ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഇല്ല, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അല്ലല്ല ദേ, ഞാനാണെങ്കിൽ അപ്പവും പിന്നെ മുട്ട റോസ്റ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടനോട് വന്ന് എൻ്റെ കൈകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആയിട്ട് അവർ നിർബന്ധിക്കുന്നതല്ലേ. അവരുടെ വീട്ടിൽ പോയി അങ്ങനെ ആഹാരമൊന്നും കഴിച്ചിട്ടുമില്ല. അവർ പറഞ്ഞതല്ലേ, ഒരപ്പം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സമയവുമുണ്ട്. അങ്ങനെ ഞാനും മകളും കൂടെ അപ്പവും മുട്ടക്കറിയും കഴിച്ചു. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം. എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന പോലെ അല്ല, കടകളൊക്കെ കിട്ടുന്ന പോലെ അതേപോലെ. പിന്നെ അത് മാത്രമല്ല, റോസ്റ്റിനും ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേകതരം മസാലയും. ഞാൻ ചോദിച്ചു, മായമേ, എന്താണിതൊരു പ്രത്യേക ടേസ്റ്റ്? എന്താ ചേട്ടാ, അപ്പവും കറി ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ. അതെ, പിന്നെ അതിൻ്റെ സീക്രട്ട് ഞാൻ ആരോടും പറയില്ല. എൻ്റെ കൈപ്പുണ്യമാണെന്ന് വിചാരിച്ചോളൂ. എന്നാലും മായമേ, ഒന്ന് പറയൂ, എന്താണ് ഇതിൻ്റെ സീക്രട്ട്? കാര്യം മായമയെന്ന് വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകനും എൻ്റെ മരുമകളും ഒക്കെ അവരെ അങ്ങനെയാണ് വിളിക്കുന്നത്. മായ എന്നാണ് അവരുടെ പേര്. എന്നാൽ ചേട്ടനോട് ഞാൻ ആ സീക്രട്ട് പറയാം. ഈ മസാലയൊക്കെ ഇല്ലേ, ശരിക്കും ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഡൽഹിന്നോ? അതെങ്ങനെ കൊണ്ടുവരും? അത് പിന്നെ ദേ, അപ്പുറത്തൊരു പെൺകുട്ടിയുണ്ട്, ആശ. അവളുടെ ഹസ്ബൻഡ് ഡൽഹിയിലാണ്. അവൻ 3 മാസം കൂടി ഇരിക്കുമ്പോൾ വരും. അവനോട് ഞാൻ പറഞ്ഞിട്ട് അവിടുന്ന് ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ മസാലയാണ്. ഞാനും ഇവളുടെ അച്ഛനും
പണ്ട് ഡൽഹിയിലായിരുന്നല്ലോ, അവിടെ വെച്ചാണ് ഇവിടെ ജനിച്ചത്. അത് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഞാൻ അവിടെ വെച്ച് കേരളീയ ഭക്ഷണമെല്ലാം നന്നായി ഉണ്ടാക്കാൻ പഠിച്ചു. എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ദേ ഇവളെ പോലെ ഉത്തരവാദിത്തം ഇല്ലാതെ നടക്കുകയായിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ശരിക്കും എല്ലാം പഠിച്ചു. അതിൻ്റെ കൈപുണ്യം എനിക്കിപ്പോഴും ഉണ്ട്. പിന്നെ മോളെ, നീ പറഞ്ഞിട്ടുള്ള അച്ചാറും പലഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങുകയാണ്. നീ വൈകിട്ട് വന്ന് എടുത്തോണ്ട് പോകില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മരുമകൾ പറഞ്ഞു, അമ്മേ ഞാനൊന്ന് ഉച്ചയ്ക്കേ വീട്ടിൽ വരും. അമ്മ അപ്പോഴേക്കും ഉണ്ടാക്കി കഴിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ വൈകിട്ട് വരുമ്പോഴേക്കും ഇങ്ങോട്ട് വരും. കാറിലമ്മ എല്ലാം വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഏകദേശം 5:30 അപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഒന്ന് കയറി. അവർ എന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. രാവിലെ കണ്ട വ്യക്തിയല്ല. കുളിച്ച് ഒരുങ്ങി കുറി തൊട്ട് ഒരു മലയാള മങ്കയെ പോലെ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണോന്ന്. കാര്യം അവരുടെ വീടിനടുത്ത് വലിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോഴേക്കും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്പലത്തിൽ പോകണം, പക്ഷേ ഞാൻ ഇപ്പോഴേ പോകുന്നില്ല. ദീപാരാധന സമയത്തേ പോകുന്നുള്ളൂ. ഒരു 6:20 ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് നടക്കും. പിന്നെ 7 മണിക്ക് വരികയുള്ളൂ. എന്തായാലും ചേട്ടൻ കയറിയിരിക്കുക. ഇല്ല, സാധനങ്ങളൊക്കെ എടുത്ത് തന്നാൽ മതി, ഞാൻ വീട്ടിൽ പോവുകയാണ്. ഭാര്യ അവിടെ കാത്തിരിക്കും. എത്ര താമസിച്ചാലും വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കൊരു ചായ കൂടി ഉണ്ടേ. അപ്പോഴേക്കും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, ഇവിടെ നിന്ന് ഞാൻ ചായ ഇട്ട് തരാമല്ലോ. പിന്നെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ചായ മാത്രമേ കുടിക്കുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാനൊരു ചായ ഇട്ട് തന്നെന്ന് പറഞ്ഞാലും അത് രുചിക്കും. എൻ്റെ ചായയുടെ കൈപ്പുണ്യം കൂടെ ചേട്ടനറിയാം. വെറുതെ വെളിയിൽ നിൽക്കാതെ കയറി വാ എന്ന് പറഞ്ഞ് അവർ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. അസാധാരണമായ അവരുടെ സ്വഭാവം കണ്ട് എനിക്ക് വല്ലാത്തൊരു സംഭ്രമം തോന്നി. എങ്കിലും ഞാൻ അവരുടെ കൈ വിടിയിപ്പിക്കാതെ അകത്തേക്ക് കയറി ചെന്നു. എനിക്കെന്തോ ഒരു അസ്വസ്ഥയാണ് തോന്നിയത്. കാര്യം അവരുടെ ചിരിയും പെരുമാറ്റമൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചായയും പിന്നെ കായ വറുത്തതും കൊണ്ടുവന്നു. അപ്പോഴേക്ക് ഞാനതിൻ്റെ ടെക്സ്ചർ നോക്കി. ഒരു പ്രത്യേക രീതിയിൽ ഈ ബേക്കറിലൊക്കെ കിട്ടുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത നല്ല ചിപ്സ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു അസാധാരണമായ രുചി എനിക്ക് തോന്നി. ആഹാ, ഇത് സൂപ്പറാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ എൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്നു. ഞാൻ എന്തുണ്ടാക്കിയാലും ചേട്ടന് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു പറഞ്ഞു. ആ, അങ്ങനെ പറയാൻ തോന്നുന്നു. എന്തായാലും നല്ല കൈപുണ്യമുണ്ട് എന്ന് ഞാനും പറഞ്ഞു. അല്ല, ഈ കൊല എവിടെ നിന്ന് മേടിച്ചതാണെന്ന് ഞാൻ ചോദിച്ചു. അല്ല, നമ്മുടെ തൊടിയിലുണ്ടായതാണ്. ഇവിടെ ദേ പുറകുവശത്ത് ഒരു 10-15 ഏത്തവാഴയുണ്ട്. എല്ലാ സീസണിലും ഞാനിവിടെ ഏത്തവാഴ നടിയിപ്പിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിപ്സ്. മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുത്തു വിടുമായിരുന്നല്ലോ. തന്നിട്ടില്ലേ? ആഹാ, ഇതേപോലെ ഉള്ള ചിപ്സ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് കൊണ്ടുവരുന്നതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഓർത്തത് ശരിക്കും ബേക്കറിയിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നാണെന്നാണ്. ഇത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേക വാഴയിനമാണ്. ഒരു കാ തന്നെ ഇത്രയും വരും എന്ന് പറഞ്ഞ് അവർ കൈ കൊണ്ടൊരാങ്ങയെ കാണിച്ചു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ചമ്മൽ തോന്നി. ഞാൻ മുഖം കുനിച്ചു. അപ്പോഴേക്കും അവർ കൈ കുടഞ്ഞിട്ട്, അയ്യോ ചേട്ടന് ഞാനിങ്ങനെ കാണിച്ചപ്പോൾ വേറെ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനൊന്നും തോന്നിയില്ല. പിന്നെന്താ ചേട്ടൻ മുഖം കുനിച്ചത്? അത് പിന്നെ ചേട്ടന് എന്തോ പേടിയും പരിഭവം ഉണ്ടെന്ന് തോന്നല്ലോ. ഒരു ചെറിയ ആൺകുട്ടികളെ പോലെ പെട്ടെന്ന് ഭയക്കുന്നു. എന്നെ പേടിയാണോന്ന്? ഏയ്, പേടിയൊന്നുമില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി ചേട്ടാ. ഞാൻ ചോദിച്ചത് എന്താണെന്ന്. ഇന്ന് വരെ ചേട്ടന് ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണുമായിട്ട് ഒരു കൂട്ടുമില്ലെന്ന്. ഞാൻ പറഞ്ഞു, അത് കറക്റ്റാണെന്ന്. അപ്പോഴേക്കും അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ തെല്ല് നീങ്ങിയിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേട്ടൻ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് കാര്യം മനസ്സിലായി. ചേട്ടൻ എങ്ങനെയാണ് ഇത്രയും വർഷം പിടിച്ചു നിന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നോട് നല്ല സ്നേഹമാണ്. എനിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരവസരം അവർ തന്നിട്ടില്ല. എന്നാലും ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല. എനിക്ക് ദേഷ്യം വന്നു. തൻ്റെ ഭർത്താവിനെ പോലെയല്ല എല്ലാവരും. മറ്റ് ഇടങ്ങൾ തേടി പോകില്ല. എല്ലാം എൻ്റെ വിധി. ചേട്ടൻ എന്നെ അപമാനിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതിൽ ദുഃഖമില്ല. എല്ലാ അപമാനങ്ങളും ഏറ്റുവാങ്ങേണ്ടവളാണ് ഞാൻ. എൻ്റെ ഭർത്താവിനെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചതാണ്. അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിന്നു. ശരിയായിരിക്കാം, അങ്ങയുടെ കാമുകിയേക്കാൾ ഇത്തിരി സൗന്ദര്യം എനിക്ക് കുറവാണ്. നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണിൻ്റെ പുറകെ അയാൾ പോയതിന് ഞാൻ എന്തു പിഴച്ചു? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങേർക്കെതിരായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. മറ്റൊരാളെ ഞാൻ നോക്കിയത് പോലുമില്ല. എന്നിട്ടും അയാൾ പോയി. വർഷങ്ങളായിട്ട് ഞാൻ ഒറ്റയ്ക്കും കഴിയുന്നു.
ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഞാൻ അവളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോയത്. എനിക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ചാടി പോകാമായിരുന്നു. ഞാനത് ചെയ്തില്ല. ചേട്ടനീ പറഞ്ഞത് എന്നെ അപമാനിക്കുന്നത് പോലെയാണെങ്കിലും ഓക്കെ, ഞാൻ സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ ഒറ്റ കരച്ചിൽ. ഞാൻ അയ്യടാന്നായി. ഉടനെ തന്നെ ഞാൻ അവരെ സാന്ത്വനിപ്പിച്ചു. അപ്പോഴേക്കും അവരെൻ്റെ തോളിൽ ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഷോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു പിടിയുമില്ല. അവരെ ഞാൻ തലോടി സാന്ത്വനിപ്പിച്ചു. അപ്പോഴേക്കും അവർ എൻ്റെ കൈകൾ കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടനെങ്കിലും എൻ്റെ മനസ്സും ജീവിതവും ഒന്ന് മനസ്സിലാക്കണം. നല്ല എഡ്യൂക്കേറ്റഡായി നല്ല പദവിയിലിരിക്കുന്ന ഒരാളല്ലേ. എന്നെപ്പോലൊരു സ്ത്രീയെ ചേട്ടന് മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ എന്താ ചേട്ടാ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എന്നാലും ചിലപ്പോൾ ശരിയില്ലാത്ത കാര്യമാണെന്ന് ചേട്ടന് തോന്നിയേക്കാം. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടമായി. ചേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ചേട്ടൻ ഒരു ജെന്റിൽമാനാണെന്ന് എനിക്കറിയാം. ഞാനും ഒരു ജെന്റിൽ വുമൺ ആയിരുന്നു. പക്ഷേ ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി എൻ്റെ മനസ്സ് തരളിതമായി. ഈ വീട്ടിലേക്ക് ചേട്ടനെ വിളിക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം ഉണ്ടായില്ല. എൻ്റെ മകളായിട്ട് ഇപ്പോൾ ഒരവസരം ഉണ്ടാക്കി തന്നു. ചേട്ടൻ ഇവിടെ ചായ കുടിക്കാൻ കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ രണ്ടുപേരും മാത്രമായി. ഒരു തവണയെങ്കിലും എനിക്ക് ചേട്ടൻ്റെ കൂടെ കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തമ്മിൽ മിണ്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തെങ്കിലും ബോധമുണ്ടോ? ഞാൻ നിങ്ങളുടെ മരുമകൻ്റെ അച്ഛനാണ്. ആയിക്കോട്ടെ, ചേട്ടൻ ആരാണെന്ന് എനിക്കറിയില്ലേ. ഇത്രയും നാളും ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ജീവിച്ചു. ഇനി ഒരു നിമിഷമെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കട്ടെ. ചേട്ടൻ ഇതിനൊന്നും പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ അവരെന്നെ വിട്ടില്ല. ചേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയും പ്രായമായപ്പോൾ സാധാരണ പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്, കോൺഫിഡൻസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. എങ്കിൽ പിന്നെ ചേട്ടൻ എന്തിനാണ് ഈ അവസരം വേണ്ടാന്ന് വെക്കുന്നത്? എനിക്ക് ശീലമില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഇത്രയും പ്രായമായി. ഇപ്പോഴെങ്കിലും നമുക്ക് രണ്ടുപേർക്ക് ജീവിതത്തിൽ പുതിയൊരു അനുഭവം ഉണ്ടാകണം. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. സംഭവവും പേടിയൊക്കെയുണ്ട്. എനിക്ക് മനസ്സിലായി. ചേട്ടന് ഉള്ളിൻ്റെ ഉള്ളിൽ 1% എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ സംഭവവും പേടിയുമൊക്കെ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് അവളുടെ കൈകൾ നീണ്ടു. ഞാൻ തട്ടിമാറ്റിയെങ്കിലും അവൾ പറഞ്ഞു, ഇല്ല, കാട്ടിലെ ഒറ്റയാനെ കാണാതെ ഞാൻ പിന്മാറില്ലെന്ന്. ഇത്തിരി പിടിവലിയുണ്ടായിരുന്നു. എങ്കിലും അവൾ ഒറ്റക്കൊമ്പനെ കണ്ടുപിടിച്ചു. പിന്നീട് അവൾ താഴേക്കൊരു കുതിച്ചു ചാട്ടമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. മാഡം, ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ്, ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതം വളരെ സമ്പൂർണ്ണമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഭാര്യയും ഞാനും തമ്മിൽ നല്ല ഇഷ്ടത്തിലും ഇമ്പത്തിലുമൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ ഭാര്യ ഇങ്ങോട്ടേക്കുള്ള പല കാര്യങ്ങളിലും ഒത്തിരി വിമുഖത പ്രകടിപ്പിച്ച ആളായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അവൾക്ക് വേണ്ടി സ്നേഹം പകർന്നു കൊടുക്കുന്നതാണ് എൻ്റെ ഒരിഷ്ടമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇങ്ങോട്ടും പകർന്നു തരാൻ ഒത്തിരി ഇഷ്ടമുണ്ടെന്ന് കുതിർന്നു നനഞ്ഞ ആ നിമിഷത്തിൽ ഞാൻ അറിഞ്ഞു. പിന്നീട് ചലനങ്ങളുടെ വേഗതയാണ് ഏറിയത്. എനിക്ക് ഒരു രീതിയിലും ഒന്നും പറയാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ കോസ്വേ താണ്ടി മലവെള്ളം ഒഴുകിയെത്തിയ പോലെയായി എൻ്റെ കാര്യങ്ങൾ. എനിക്ക് ആകെ അപമാനം തോന്നി. പക്ഷേ അവൾ എന്നെ നോക്കി അഭിനന്ദിച്ചു. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സൗഭാഗ്യത്തിന് ഉടമയാകുമെന്ന് വിചാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഓർത്തു, ദൈവമേ, എല്ലാം എവിടെ പോയി? അവൾ ആവാഹിച്ചെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു സ്ത്രീ ഇത്രയൊക്കെ സ്നേഹിക്കുമോ എന്നെനിക്ക് തോന്നിപ്പോയി. അപ്പോൾ എൻ്റെ മനോഗതം മനസ്സിലാക്കിയതുപോലെ അവൾ പറഞ്ഞു, ഇപ്പോൾ ചേട്ടൻ എത്രയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടം ഞാൻ സ്വന്തമാക്കി, അത്രയേ ഉള്ളൂ. അതിൽ ചേട്ടൻ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിലിരുന്നാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതൊന്നും ഒട്ടും പ്രശ്നമല്ല. കാര്യം, ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ എല്ലാ സമയത്തും ഏത് സാഹചര്യത്തിലും ഇഷ്ടപ്പെട്ടു പോകും. പിന്നെ ഇപ്പോൾ സംഭവിച്ചത് ചേട്ടന് പരിചയമില്ലാത്തത് കൊണ്ടാണ്. ചേട്ടൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യം അനുഭവിക്കുന്നതുമാകാം എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ തലയാട്ടി. ഒരു പ്രശ്നവുമില്ല, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇന്ന്
ചേട്ടൻ വളരെ സന്തോഷമായി ധൈര്യത്തോടുകൂടി വീട്ടിൽ പോകൂ. ഞാൻ ഇനിയൊന്നും പറയില്ല. പിന്നെ ഇത് വെച്ചിട്ട് ചേട്ടനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. ചേട്ടൻ എനിക്ക് മനസ്സിന് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഇനിയും ഇറങ്ങുക. ഓഫീസിൽ നിന്ന് പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ കയറിയിട്ട് പോകാം. ഇനി എനിക്ക് മറ്റു കാര്യങ്ങളുണ്ട്, മറ്റു തലങ്ങളുണ്ട്. ഇതിപ്പോൾ താഴത്തെ സ്റ്റെപ്പാണ്. മുകളിലത്തെ സ്റ്റെപ്പ് വരെ ചേട്ടൻ വരണം, അല്ലാതെ ഞാൻ വിടില്ല. ഇനിയിപ്പോൾ ചേട്ടൻ വരുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാര്യം എൻ്റെ എല്ലാ ഇഷ്ടവും ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാനും പറ്റില്ല. എങ്കിലും എൻ്റെ ഏറ്റവും മികച്ച ഇഷ്ടം ഞാൻ സമ്മാനിച്ചില്ലേ എന്ന് ചോദിച്ചു. അവൾ തന്നെയാണ് പിന്നീട് എന്നെ പരിചരിച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി പറഞ്ഞു വിട്ടത്. സത്യം പറഞ്ഞാൽ ഞാനൊരു മായിക ലോകത്തായിരുന്നു. ഈ പ്രായത്തിലാണോ എനിക്കിതൊക്കെ അനുഭവിക്കാനുള്ള വിധി വന്നത്? കൊള്ളാം. ഇത് ഞാൻ എത്രയോ വർഷം മുമ്പേ കണ്ടറിയേണ്ടതും കൊണ്ടറിയേണ്ടതുമായിരുന്നു. അന്ന് നടന്നില്ല. ഇന്ന് ഞാൻ കൃതാർത്ഥനായി എന്ന് തോന്നി. പിന്നെ എനിക്ക് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു. മിക്കവാറും ഓഫീസിൽ വരുമ്പോഴേക്കും ഞാൻ അവിടെ കയറും. അവളെന്തായാലും ഞാൻ കയറുന്ന സമയത്ത് അവളുടെ അമ്മയെ കാണാൻ വരില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ സേഫ് ആണെന്ന് തോന്നി. മിക്കവാറും ഞാൻ പറയും അവളുടെ അമ്മയോട്, അവൾ വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണമെന്ന്. അപ്പോഴേക്കും അവളുടെ അമ്മ പറയും, ഏയ് അവൾ ഈ സമയത്ത് വരില്ല, ഇതുവരെയും വന്നിട്ടില്ല. ഇനി അഥവാ വന്നെന്ന് പറഞ്ഞാലും ചേട്ടൻ വിസിറ്റ് ചെയ്താണെന്ന് പറയാം. കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും നമുക്ക് പോയി റെഡിയായി മുന്നിലിരുന്നാൽ പോരെ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാനായിട്ട് ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അവളല്ല, ചേട്ടൻ്റെ മകൻ ഇവിടെ വന്നെന്ന് പറഞ്ഞാലും ഞാനത് മാനേജ് ചെയ്യും. ചേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്നാൽ അപമാനിക്കാനും ഞാൻ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല. 100% എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അവരുടെ തിരിച്ചിലും മറിച്ചിലും കറക്കവും എന്നെ ആകെക്കൂടി ഒരു ചുഴിയിൽ ആഴ്ത്തിപ്പോയിരുന്നു. വലിയ പ്രശ്നങ്ങളില്ലാതെ കഴിഞ്ഞ ഒരു വർഷമായി ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു വട്ടം അപ്രതീക്ഷിതമായി എൻ്റെ മരുമകൾ വന്നു. ഞങ്ങളാണെങ്കിൽ ഓവർ കോൺഫിഡൻസിൽ മുൻവാതിൽ അടച്ചിരുന്നതുമില്ല. അവൾ വന്ന് കണ്ടുപിടിച്ചു. ഒരിക്കൽ പോലും അവൾ ഈ സമയത്ത് വരുന്നതല്ല. അന്ന് എങ്ങനെയോ അവൾ വന്ന് കണ്ടുപിടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിന്നു. പക്ഷെ അവൾ പൊട്ടിത്തെറിച്ചില്ല. സാരമില്ല, മനുഷ്യർക്കല്ലേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല, ഞാനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, എൻ്റെ അമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ എന്നെ സമാശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വന്ന് അവൾ പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം തുറന്ന് പറയാനുണ്ടെന്ന്. ഞാൻ ചോദിച്ചു എന്താണെന്നും. അച്ഛൻ്റെ മകൻ കാണാൻ സുന്ദരനാണ്, എല്ലാം ഉണ്ട് താനും. പക്ഷേ ഞങ്ങളുടെ ജീവിതം അത്ര മെച്ചമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ മോളെ, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമുണ്ട്. അത് പക്ഷേ അച്ഛൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമല്ല. എത്രയും പെട്ടെന്ന് കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞല്ലോ, ഒന്നും റെഡിയായില്ല. അപ്പോഴാണ് ഡോക്ടറെ കണ്ടത്. ഡോക്ടർ പരിശോധിച്ചിട്ട് എൻ്റെ കാര്യം ഓക്കെയാണ്. പക്ഷേ പുള്ളിയുടെ കാര്യം പരിതാപകരമായ അവസ്ഥയിലാണ്. കൗണ്ട് തീരെ കുറവാണ്. ഒത്തിരി നാൾ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി എപ്പോഴേക്കും വളരെ ഡെസ്പായി. ഞാൻ പറഞ്ഞു മരുന്ന് കഴിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല, എന്നാലും ഡിപ്രഷനിലേക്ക് പോവുകയാണ് പുള്ളി. എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ എന്നെ സഹായിക്കണം. എന്താ മോളെ, ഞാനെന്താ സഹായം ചെയ്യേണ്ടത്? അമ്മയ്ക്ക് ചെയ്ത അതേ സഹായം എനിക്ക് ചെയ്യണം. എനിക്കും ഒരു റിസൾട്ട് ഉണ്ടാക്കണം. ഗുളിക കഴിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് എനിക്ക് ധരിപ്പിക്കണം. മോളെ, നീ പറയുന്ന കുറുക്ക് വഴി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എൻ്റെ ഭർത്താവാണ് എനിക്ക് വലുത്. അദ്ദേഹം ഡിപ്രഷനിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഡോക്ടറെ കാണാനും ഇഷ്ടമല്ല. ആ ഗുളിക അദ്ദേഹം കഴിക്കട്ടെ. കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് എല്ലാം മാറി എന്ന് പറഞ്ഞ് എനിക്ക് എല്ലാം ശരിയാക്കിയെടുക്കണം. മോളെ, എൻ്റെ പ്രായം ഓർക്കണം. ആ പ്രായത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോഴും അച്ഛൻ നല്ല ജോറാണെന്ന് ഞാൻ കണ്ടല്ലോ. അതുകൊണ്ട് എക്സ്ക്യൂസ് പറയേണ്ട കാര്യമില്ല. ഇവിടെ അമ്മയ്ക്ക് കിട്ടുന്നത് എനിക്കും കിട്ടണം. അങ്ങനെയായി കഴിയുമ്പോഴേക്കും എൻ്റെ കാലം റെഡിയാകും. ഒരു 3-4 മാസം അത്രയേ ഉള്ളൂ. അച്ഛൻ റെഡിയായില്ലെങ്കിൽ ഞാൻ ഈ കുടുംബം തന്നെ എല്ലാം പറഞ്ഞ് കുളമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവളുടെ അമ്മയും പറഞ്ഞു, ചേട്ടാ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മുന്നും പിന്നും നോക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ എല്ലാം രഹസ്യമായി ഡീൽ ചെയ്യുക. അവൾ പറയുന്നത് പോലെ കുറച്ച് വട്ടം അത്രമാത്രം വേണ്ടൂ. റിസൾട്ടൊന്നും ഉണ്ടാകില്ല എന്ന് കാണുമ്പോൾ അവൾ തന്നെ പിന്മാറിക്കോളും. കാര്യം അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്.
താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നാണ്. ചേട്ടൻ ഒറ്റക്കൊമ്പനല്ലേ, ഒരു പ്രശ്നവുമില്ല, നമുക്കിത് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞ് അവളും പ്രോത്സാഹിപ്പിച്ചു. അവളുടെ അമ്മ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടും കൂട്ടുനിന്നതുകൊണ്ടും എനിക്കും എൻ്റെ മരുമകൾ പറഞ്ഞതുപോലെ ആറാടി നീരാടേണ്ടി വന്നു. അതും വ്യത്യസ്തമായ അനുഭവമായിട്ടെടുക്കാൻ എനിക്ക് ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് ക്ലച്ച് പിടിച്ചു, പച്ച പിടിച്ചു. സത്യത്തിൽ മരുമകളെയും അമ്മായിയമ്മയെയും പിന്നെ എൻ്റെ ഭാര്യയൊക്കെ മാനേജ് ചെയ്ത് ഞാനൊരു സൂപ്പർമാനാണെന്ന് പോലും എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോയി. ഈ പ്രായമായ അവസരത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അത്രയ്ക്കൊന്നും പ്രായം എൻ്റെ മനസ്സിനും ശരീരത്തിനും ഇല്ലെന്നും എനിക്ക് മനസ്സിലായി. എന്നാലും തെറ്റായ വഴികളിൽ കൂടിയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാമെങ്കിലും എനിക്കതൊന്നും നിയന്ത്രിക്കാനോ സ്റ്റോപ്പ് ചെയ്യാനോ പറ്റിയില്ല മാഡം. അവസാനം ഇപ്പോൾ മരുമകൾക്ക് വിശേഷമുണ്ട്. ഇപ്പോഴെനിക്ക് നല്ല കുറ്റബോധമുണ്ടെങ്കിലും ഒന്നും എൻ്റെ കയ്യിലില്ലാത്ത അവസ്ഥയിലാണ് മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നടന്നത് നടന്നു. അതിനെതിരെ നിങ്ങൾക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഈ പറഞ്ഞ കഥകൾ, അതായത് അവളുടെ അമ്മയും പിന്നെ അവളുമൊക്കെ പറഞ്ഞ കഥകളോ സാഹചര്യമൊക്കെ കറക്റ്റാണെന്ന് ആർക്കറിയാം? എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരും മിടുക്കികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും. പിന്നെ നിങ്ങളെ കുറ്റബോധത്തിലും മറ്റു കാര്യത്തിലും കൺഫ്യൂഷനിലും ഒക്കെ തളച്ചിട്ട് കഴിഞ്ഞാൽ എന്നേക്കും അവരുടെ രണ്ടുപേരുടെയും കൂടെ നിങ്ങൾ നിൽക്കും. നിങ്ങളെ അവിടെ തളച്ചിടാം എന്നുള്ള ഉദ്ദേശത്തിൽ കളിക്കുന്ന എന്തോ ഒരു ഡ്രാമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറ്റബോധവും ഈ പറഞ്ഞ പോലെ സെൻറ്റിമെൻറ്റ്സും ഒക്കെ മനുഷ്യനെ വേറെ ലെവലിലേക്ക് എത്തിക്കും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല അവരുടെ മനസ്സ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം കൊണ്ട് കഴിഞ്ഞു, ഇപ്പം എത്ര വർഷമായി? 1.5 വർഷം കണ്ട് കഴിഞ്ഞതൊക്കെ ഉള്ളൂ. അപ്പോഴേക്കും ഉടനെ ഡോക്ടറെ കണ്ടിട്ട് അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മകൻ പോലും ഷെയർ ചെയ്യാത്തൊരു കഥ മരുമകൾ പറഞ്ഞ് നിങ്ങളത് കേട്ട് വിശ്വസിച്ച ഉടനെ തന്നെ അതൊന്നും അത്ര സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കഥകൾക്കെല്ലാം പിന്നിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കുറ്റബോധം മാറ്റിവെച്ച് ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പം ആ ഒരു ബന്ധത്തിൻ്റെയൊക്കെ തുടക്കമാണ്. ഇപ്പം അതിരിക്കും, പിന്നീടത് പ്രശ്നമാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാര്യം ആണുങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഈ കഥ കേട്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ടും രസകരമായിട്ട് തോന്നുന്നില്ല. ഇതിലെന്തോ ഉണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് ഒരവസരം കിട്ടിയെന്ന് വെച്ചിട്ട് നിങ്ങൾ രാവെളുക്കോളം അതിൻ്റെ പുറകെ നടക്കരുത്. ശ്രദ്ധിക്കുക, അതായിരിക്കും നല്ലത്. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം കാണുമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിരിക്കാം, അതൊക്കെ ഓക്കെ. പക്ഷെ അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.